അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തുൽ അവ്വാബീൻ. ഇശാ മഗ്രിബിന്റെ ഇടയിൽ അഥവാ മഗ്രിബിന് ശേഷം, മഗ്രിബ് നിസ്കാരവും സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞതിന്റെ ശേഷം നിസ്കരിക്കൽ വളരെ പുണ്യമുള്ള അവ്വാബീൻ നിസ്കാരത്തെക്കുറിച്ച് ഇന്നലെ നാം പറഞ്ഞിരുന്നു. 20 റക്അത്താണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. 6 നിസ്കരിക്കുന്നതിൻ്റെ ഫലങ്ങൾ പറഞ്ഞു. 4 റക്അത്ത് നിസ്കരിക്കാറുണ്ട് എന്നും പറഞ്ഞു. 20 നിസ്കരിക്കുകയാണെങ്കിൽ കിട്ടുന്ന മഹത്വവും ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ മുകളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് കാണുക. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറയുന്നത്. 2 റക്അത്ത് അവ്വാബീൻ നിസ്കരിക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന മഹത്വം ചെറുതല്ല. ആ 2 റക്അത്തെങ്കിലും നാം പതിവാക്കണം. അല്ലാഹു തആലക്ക് വേണ്ടി അവ്വാബീൻ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടുക. അള്ളാഹു നമ്മളെ അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധരായി ജീവിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്താതെ അള്ളാഹുവിനെ ഓർമ്മിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്താൻ ആ 2 റക്അത്ത് മതി. അതിനെക്കുറിച്ച് വന്ന ഹദീസും അതിൽ ഓതേണ്ട സൂറത്തുകളെക്കുറിച്ചും മാത്രമാണ് ഇന്ന് പറയുന്നത്. എല്ലാ ആളുകളും ഇത് ജീവിതത്തിൽ പതിവാക്കുക. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമ്മൾ എത്ര തിരക്കുള്ള ആളുകളായാലും മഗ്രിബ് നിസ്കരിച്ച് മഗ്രിബിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ഉടൻ ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം നമ്മൾ മുസല്ലയിൽ നിന്ന് പോകാൻ, പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ. ഇൻഷാ അല്ലാഹ് നമുക്കത് ചെയ്യാം. അതിനിടയിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വാലിഹീങ്ങളിൽ, അള്ളാഹുവിനെ ഓർക്കുന്ന അവ്വാബീങ്ങളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അവ്വാബീൻ എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിലേക്ക് മടങ്ങുന്നവർ എന്നാണ്. എല്ലാവരും അശ്രദ്ധരായി TV കാണുന്ന സമയം, ഇശാമഗ്രിബിന്റെ ഇടയിൽ എന്തൊക്കെയാണ് കളികൾ, ടൗണിൽ എന്തൊക്കെയാണ് ഒച്ചപ്പാടുകൾ, എന്തെല്ലാം ദുന്യവിയായ കളികളാണ് ആ സമയത്ത് മനുഷ്യർ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധരായിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സാധിച്ചുവല്ലോ, അതുതന്നെ വലിയ ഭാഗ്യമായി നമുക്ക് കരുതാനാകണം. ജീവിതത്തിൽ അത് കൊണ്ട് നടക്കാൻ കഴിയണം. അതേക്കുറിച്ച് പറഞ്ഞ ആ ഹദീസിനെ കുറിച്ച് നമുക്ക് കിതാബിൽ നിന്ന് വായിക്കാം. ഇആനത്തു ത്വാലിബീൻ എന്ന കിതാബിൽ 1-ാം വാള്യം 258-ാമത്തെ പേജിലാണ് ആ ഹദീസ് തുടങ്ങുന്നത്. ഖാലൽ ഫശ്നി ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അഹബ്ബ അൻ യഹ്ഫളല്ലാഹു അലൈഹി ഈമാനഹു. ഒരാളുടെ ഈമാനിനെ അള്ളാഹു സംരക്ഷിക്കണമെന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈമാൻ സലാമത്താകണം എന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ ചെയ്യേണ്ട ഇശാ മഗ്രിബിന്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു അമലാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൽ യുസല്ലി റക്അതൈനി. അവൻ 2 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് ഈ പറഞ്ഞ നിയത്തോടു കൂടെ നിസ്കരിക്കുക. സ്വലാത്തുൽ അവ്വാബീൻ എപ്പോ? ബഅദ സുന്നത്തിൽ മഗ്രിബി. മഗ്രിബിന്റെ സുന്നത്ത് നിസ്കരിച്ചതിന്റെ ശേഷമാണ് നിസ്കരിക്കേണ്ടത്. എന്നിട്ടോ യഖ്റഉ ഫീ കുല്ലി റക്അത്തിൻ. ഓരോ റക്അത്തിലും ഓതണം. 1 ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ ഓതണം സാധാരണ പോലെ. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതണം. 2-ാമത്തെ റക്അത്തിലും ഫാത്തിഹ ഓതുമല്ലോ. ആ ഫാത്തിഹയ്ക്ക് ശേഷം എന്താണ് ഓതേണ്ടത്? 2 റക്അത്തിലും ഓതേണ്ടത് ഒരേ സംഗതിയാണ്. അതാണ് ഹദീസിൽ പറയുന്നത്, ഖുൽ ഹുവല്ലാഹു അഹദ് 6 മറാത്തിൻ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന സൂറത്തിനെ 6 വട്ടം പാരായണം ചെയ്യുക. എത്ര? 6 വട്ടം. വേറെ ഹദീസുകൾ, കിതാബുകളിലെ ഉദ്ധരണികൾ ഒക്കെ ഉണ്ടാകും. ഞാനിത് ലൈവായി ഈ കിതാബ് നോക്കിയിട്ടാണ് വായിക്കുന്നത്. ഇങ്ങനെയും ഹദീസുണ്ട്. ഈ ഹദീസ് അനുസരിച്ച് 6 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അതിനുശേഷം പറയുന്നത് വൽ മുഅവ്വദതൈനി മറത്തൻ മറ. ഓരോ വട്ടം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്തും ഓരോ വട്ടം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്തും ഓതി പിന്നീട് റുക്കൂയിലേക്ക് പോവുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇപ്പൊ പറഞ്ഞത് എന്താ? അവ്വാബീൻ സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടി ഫാത്തിഹ ഓതി. അതിനുശേഷം 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം
6 ഖുൽ ഹുവല്ലാഹു അഹദ്, 1 ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, ഒരു ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അതിനുശേഷം റുക്കൂയിലേക്ക് പോയി, സുജൂദിലേക്ക് പോയി, 2ാമത്തെ റക്അത്തിലേക്ക് വന്നു. 2ാമത്തെ റക്അത്തിലും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ഫാത്തിഹ 1 വട്ടം, ഖുൽ ഹുവല്ലാഹു അഹദ് 6 വട്ടം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓരോരോ വട്ടം. അതിനുശേഷം റുക്കൂവും സുജൂദൊക്കെ ചെയ്ത് സാധാരണ പോലെ സലാം വിട്ട. ഇതിനൊരു ദുആ ഉണ്ട്, വളരെ അർത്ഥവത്തായ ദുആയാണ്. അല്ലാഹുവേ, എൻ്റെ ഈമാനിനെ ദുനിയാവിലും മരണ നേരത്തും നാളെ ആഖിറത്തിലും സംരക്ഷിക്കണേ അല്ലാഹ്. ഈമാനിനെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന ദുആ ആണ്. ആ ദുആ 3 വട്ടം ദുആ ചെയ്യുകയും വേണം. ആ ദുആയിനെ ഞാൻ വായിച്ചു തരാം. വക്കാല മസ്ലക്ക് എന്ന കിതാബിൽ പറയുന്നു, സലാം വീട്ടിയതിനു ശേഷം 2 കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ടവൻ ദുആ ചെയ്യണം. വക്കാല ബിഹ്ദൂരി ഖൽബിൻ, വളരെ ഇഖ്ലാസോടുകൂടെ, മനസ്സാന്നിധ്യത്തോടുകൂടെ അവൻ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്തൗദിഉക ഈമാനി ഫീ ഹയാതി വഇൻദ മമാതി വബഅദ മമാതി ഫഹ്ഫദ്ഹു അലയ്യ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്തൗദിക, അല്ലാഹുവേ, നിന്നെ ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു. ഈമാനി, എന്റെ വിശ്വാസത്തെ, എന്റെ ഹൃദയത്തിലുള്ള ഹിദായത്തിനെ, ഫീ ഹയാതി, എന്റെ ജീവിതത്തിലും, വഇൻദ മമാതി, എന്റെ മരണനേരത്തും നീ അത് സൂക്ഷിച്ചു തരണമല്ലാ. ഈമാൻ സലാമത്താകാനുള്ള നിസ്കാരമാണ് നിസ്കരിച്ചത്, അതിനുള്ള ദുആ ആണ്. മരണനേരത്തും എന്റെ ഈമാനിനെ നീ സംരക്ഷിക്കണേ അല്ലാ. വബഅദ മമാതി, മരണത്തിന് ശേഷം ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ, മഹ്ശറയിൽ വെച്ച് നമ്മളെ വിറപ്പിക്കപ്പെടുമ്പോൾ, അവിടെയെല്ലാം നമ്മുടെ ഈമാൻ നമുക്ക് അല്ലാഹു നൽകി സംരക്ഷിക്കണം. അത് അള്ളാഹുവിനെ നാം ഏൽപ്പിക്കുകയാണ്. മരണശേഷവും എന്റെ ഈമാനിനെ നീ സംരക്ഷിക്കണേ, നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. ഫഹ്ഫദ്ഹു അലയ്യ, ഈ ഈമാനിനെ എനിക്ക് നീ കാത്തു സലാമത്താക്കി സംരക്ഷിച്ചു തരണം അല്ലാ. ഫഹ്ഫദ്ഹു അലയ്യ, അതിനെ നീ എനിക്ക് സൂക്ഷിച്ച് തരണം അല്ലാ. ഇന്നക, നിശ്ചയമായും നീ, തീർച്ചയായും നീ, അലാ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെ മേലും ഖദീറുൻ, ആവതുള്ളവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ് നീ. അതുകൊണ്ട് എൻ്റെ ഈമാനിനെ സംരക്ഷിക്കണം. ഈ ദുആ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ദുആ, അതിനുശേഷം മലയാളത്തിൽ ദുആ ചെയ്യാം, സമയമില്ലെങ്കിൽ എഴുന്നേറ്റ് പോകാം. ഈ 3 പ്രാവശ്യം ഈ ദുആ എന്തായാലും നടത്തണം. എപ്പോഴുമുള്ള നിങ്ങളുടെ ദുആകളിൽ, മറ്റു സുന്നത്ത് നിസ്കാരങ്ങളുടെ ശേഷമുള്ള ദുആകളിൽ എന്നെയും കുടുംബത്തെയും വിശ്വാസികളെയും ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.